ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം കാന്താരി ചമ്മന്തിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ കാന്താരി ചമ്മന്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ നമ്മളൊരു 10 കാന്താരിയോളം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ളത്, അരമുറി നാളികേരം, അതുപോലെ തന്നെ ഒരു ചെറിയ ഉണ്ട പുളി, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മളൊരു 10-12 ചെറിയ ഉള്ളി. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ചിരകിയ നാളികേരം ഇടുന്നു. പിന്നെ നമ്മുടെ കാന്താരി, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി, അതുപോലെ ഉപ്പ്, പുളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരയ്ക്കാം മിക്സിയിൽ. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണിത്. നമ്മൾ മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ വെണ്ണയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഉണ്ടയാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് കാലത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്തു വിടാം. അതുപോലെ കഞ്ഞി ചൂടോടുകൂടി കഞ്ഞിയുടെ കൂടെ നമുക്കിത് കൂട്ടി കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്. ഇനി നമ്മുടെ ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.